എല്ലാവർക്കും നമസ്കാരം. പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. കഴിഞ്ഞ ദിവസം നടന്ന 77ാമത് റിപ്പബ്ലിക് ദിന പരേഡ് നമ്മുടെ നാട് കലാപരമായും സാംസ്കാരികപരമായും എത്രത്തോളം ഉന്നതിയിൽ ആണ് എന്ന് മാത്രമല്ല, പ്രതിരോധ രംഗത്ത് നമ്മൾ എത്ര ശക്തരാണ് എന്ന് ലോകരാജ്യങ്ങൾക്ക് കാണിച്ചു കൊടുത്തൊരു ദിവസമായിരുന്നു. പ്രത്യേകിച്ച് യൂറോപ്യൻ യൂണിയൻ രാജ്യങ്ങളൊക്കെ ഈ ഒരു പരിപാടി വളരെ ശ്രദ്ധാപൂർവ്വം വീക്ഷിക്കുകയായിരുന്നു. കാരണം എന്താണെന്ന് വെച്ചാൽ, യൂറോപ്യൻ യൂണിയൻ പ്രസിഡന്റായ ഉർസുല വാണ്ടർലെയനും യൂറോപ്യൻ യൂണിയൻ കൗൺസിൽ പ്രസിഡന്റായ ആന്റോണിയോ ലൂയിസും ഇന്ത്യയിലുണ്ട്. അവരായിരുന്നു ചീഫ് ഗസ്റ്റ്. അവർ 4-5 ദിവസമായിട്ട് ഇന്ത്യയിലുണ്ട്. അപ്പോൾ ഇന്ത്യയായിട്ട് വലിയൊരു ട്രേഡ് ഡീൽ സൈൻ ചെയ്യാൻ പോകുകയാണ്. അപ്പോൾ അതിന് ഡിസ്കഷന് ഭാഗമായിട്ട് 2-3 ദിവസം നേരത്തെ വന്നത്. അപ്പോൾ യൂറോപ്യൻ രാജ്യങ്ങളൊക്കെ ഈ ഒരു പരിപാടിയെ വളരെ ശ്രദ്ധാപൂർവ്വം വീക്ഷിക്കുമായിരുന്നു. അപ്പോൾ ഇവർ ശരിക്കും അത്ഭുതപ്പെടുത്തി. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇന്ത്യ പ്രതിരോധ മേഖലയിൽ, അത് ഓപ്പറേഷൻ സിന്ധുവിന് ശേഷം നടക്കുന്ന ആദ്യത്തെ പരിപാടിയാണ്. അപ്പോൾ വലിയ രീതിയിലുള്ള മേക്ക് ഇൻ ഇന്ത്യയിൽ ഉൽപ്പാദിപ്പിച്ചെടുത്ത പല ആയുധങ്ങളും ഡിസ്പ്ലേ ചെയ്തു. അതിൻ്റെ പ്രത്യേകതകൾ ശരിക്കും ആ ആയുധം ഡിസ്പ്ലേ ചെയ്യുമ്പോൾ ഇങ്ങനെ വിവരിക്കുന്നുണ്ടായിരുന്നു. നിങ്ങൾ ആ വീഡിയോ കണ്ടാൽ മനസ്സിലാവും. നമ്മുടെ പ്രധാനമന്ത്രി തന്നെ ഈ ഉർസുല വാണ്ടർലൈനെ എല്ലാ കാര്യങ്ങളും എക്സ്പ്ലെയിൻ ചെയ്ത് കൊടുക്കുന്നുണ്ടായിരുന്നു, ഓരോ ആയുധങ്ങളും ഡിസ്പ്ലേക്ക് വരുമ്പോൾ. അപ്പോൾ ശരിക്കും ഈ യൂറോപ്യൻ രാജ്യങ്ങളെ മാത്രമല്ല, ലോകരാജ്യങ്ങൾ, പ്രത്യേകിച്ച് അമേരിക്കയും റഷ്യയെ പോലും ഞെട്ടിച്ച ഒരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ, ദ്രോണം എന്ന് പറഞ്ഞൊരു ആൻറ്റി ഡ്രോൺ സിസ്റ്റം ഇന്ത്യ അവിടെ അവതരിപ്പിച്ചു. അത് ശരിക്കും ഞെട്ടിയ സംഭവം എന്ന് വെച്ചാൽ, എല്ലാ രാജ്യങ്ങൾക്കും ആൻറ്റി ഡ്രോൺ സിസ്റ്റം ഉണ്ട്. അപ്പോൾ ഇതിനെ വ്യത്യസ്തമാക്കുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇത് ലേസർ വെച്ചിട്ടാണ് ചെയ്യുന്നത്. സാധാരണ ഒരു ആൻറ്റി ഡ്രോൺ സിസ്റ്റം എന്താണ് ചെയ്യുന്നത് വെച്ച് കഴിഞ്ഞാൽ, അതൊരു ഡിഫറെൻറ്റ് ഒരു ലേയേർഡ് സെക്യൂരിറ്റി സിസ്റ്റമാണ് അത് ചെയ്യുന്നത്. അതായത് റഡാർ, RF സെൻസേഴ്സ്, ഒപ്റ്റിക്കൽ ക്യാമറ, അക്വസ്റ്റിക് സെൻസേഴ്സ്, ഇതൊക്കെ ഉപയോഗിച്ചിട്ട് RF ജാമിങ്, GPS സ്പൂഫിങ് എന്നിവ എല്ലാം ഒരു കമ്പൈൻഡ് ആയിട്ട് ഇത്തരം കാര്യങ്ങളൊക്കെ ഉപയോഗിച്ചിട്ടാണ് ഒരു ആൻറ്റി ഡ്രോൺ സിസ്റ്റം വർക്ക് ചെയ്യുന്നത്. കാരണം എന്ന് വെച്ചാൽ, അതിൻ്റെ പ്രവർത്തനക്ഷമത ഇല്ലാതാക്കും. അതിനെ ഡീഫങ്ഷനിങ് ചെയ്യാണ് ഇപ്പോൾ എല്ലാ കാര്യങ്ങളും ചെയ്യുന്നത്. ചിലപ്പം വെടിവെച്ചിടാൻ വേണമെങ്കിൽ. പക്ഷേ ഇന്ത്യയിലെ ഈ കൈവശമുള്ള ഈ ഡിസ്പ്ലേക്ക് വെച്ച് ദ്രോണം എന്ന് പറയുന്ന ആൻഡ്രോയിഡ് ഡ്രോൺ സിസ്റ്റം പ്രവർത്തിക്കുന്നത് വെച്ചാൽ ഫുള്ളി ലേസറാണ്. അതായത് ഹൈ എനർജി ലേസറാണ് യൂസ് ചെയ്യുന്നത്. അതായത് 15 കിലോമീറ്ററാണ് ഇതിൻ്റെ റേഞ്ച്. അത് 15 കിലോമീറ്റർ അപ്പുറത്തുള്ള ഡ്രോണിനെ പോലും നമുക്ക് വെടിവെച്ചിടാം. ഈ ലേസർ ഒറ്റ ക്ലിക്ക് വെച്ചിട്ട് തന്നെ അതിനെ കരിച്ച് കളയാൻ പറ്റും, കത്തിച്ച് ചാമ്പലാക്കാൻ പറ്റും എന്നാണ് ഇതിൻ്റെ പ്രത്യേകത. ഇന്ന് ലോകത്ത് ഒരു രാജ്യങ്ങളുടെ പക്കലും ഇത്ര റേഞ്ചുള്ള ഒരു ആൻറ്റി ഡ്രോൺ സിസ്റ്റം ഇല്ല. അതായത് 15 കിലോമീറ്റർ എന്ന് വെച്ചാൽ 15 കിലോമീറ്റർ ഏത് ഡയറക്ഷൻ വേണമെങ്കിൽ പോകും. അപ്പോൾ അത്രത്തോളം ഹെവി ആയിട്ടുള്ള ഒരു സാധനമാണ്. ഇത് കണ്ടിട്ടാണ് യൂറോപ്യൻ യൂണിയൻ നേതാക്കന്മാരൊക്കെ ശരിക്കും അത്ഭുതപ്പെടുത്തി. ശരിക്കും ഈ ഒരു പരിപാടി കഴിഞ്ഞിട്ട് ഇപ്പം ചില ദേശീയ മാധ്യമങ്ങൾക്ക് റിപ്പോർട്ട് ചെയ്തതെന്നാണെന്ന് വെച്ചാൽ, നമ്മളെല്ലാവരും കണ്ടായിരുന്നു. അതായത് നരേന്ദ്രമോദി യൂറോപ്യൻ യൂണിയൻ പ്രസിഡന്റിന് എല്ലാ കാര്യങ്ങളും എക്സ്പ്ലെയിൻ ചെയ്ത് കൊടുക്കുന്ന ഒരു വീഡിയോ കണ്ടിരുന്നു. അപ്പോൾ ഈ സമയത്ത് ഇത് പരിപാടിക്ക് ശേഷം ഈ 2 പേരും, അതായത് യൂറോപ്യൻ യൂണിയൻ പ്രസിഡന്റും യൂറോപ്യൻ യൂണിയൻ കൗൺസിൽ പ്രസിഡന്റും, ഇവർ 2 പേരും ഈ ദ്രോണം എന്ന് പറയുന്ന ആൻറ്റി ഡ്രോൺ സിസ്റ്റത്തെ കുറിച്ച് കൂടുതൽ ചോദിച്ചറിഞ്ഞു. എന്താണ് അതിന് ഉപയോഗിക്കുന്നത്? അതിന് നമുക്ക് ബേസിക് ഫംഗ്ഷനാലിറ്റി മാത്രമല്ലേ പറഞ്ഞു കൊടുക്കാൻ പറ്റൂ. അതിനെന്തൊക്കെ ഫീച്ചേഴ്സ് ഉണ്ട്? അതായത് അതിന് മെയിൻ ഫീച്ചർ എന്ന് പറഞ്ഞാൽ 15 കിലോമീറ്റർ അപ്പുറത്തുള്ള ഡ്രോണുകൾ എപ്പോഴും അടിച്ചിടാൻ പറ്റും. ഇത് ചെയ്യുന്നതെന്നാണെന്ന് വെച്ച് കഴിഞ്ഞാൽ, അതായത് സാധാരണ ഡിസ്ഫങ്ഷനിങ് അല്ല, പൂർണ്ണമായിട്ട് കരിച്ച് കളയുന്ന രീതി, കത്തിച്ച് ബ്ലാസ്റ്റ് ചെയ്യിപ്പിക്കുന്ന രീതിയിലുള്ള സംഭവമാണ് ഇത് ചെയ്യുന്നത്. അതായത് ലോകത്ത് ഒരു രാജ്യങ്ങൾക്കും ഈ റേഞ്ചിലുള്ള സംഭവമില്ല. അപ്പോൾ അതിനെ ചുറ്റിപ്പറ്റിയാണ് ഇപ്പോൾ യൂറോപ്പിൽ മൊത്തം ചർച്ച ചെയ്തിരിക്കുകയാണ്. എന്നിട്ട് അമേരിക്കയുടെ കൈവശം പോലും ഈ ഒരു റേഞ്ചിലുള്ള 15 കിലോമീറ്റർ റേഞ്ചിലുള്ള സാധനം ഇല്ല എന്ന് തന്നെയാണ് റിപ്പോർട്ട്. അപ്പോൾ കഴിഞ്ഞ ദിവസം തന്നെ വേറെ റിപ്പോർട്ട് കൂടി പുറത്തു വന്നിരുന്നു. അതായത് അമേരിക്ക വെനസ്വേലയിൽ ഉപയോഗിച്ച് ഒരു ഹൈ എനർജി ഒരു പുതിയ വെപ്പണാണെന്നില്ലേ. അത് പറയാൻ പറ്റില്ല. അതായത് ഓരോ ഓപ്പറേഷനും ഓരോ രാജ്യം പുറത്തെടുക്കുന്ന അവരിൽ ചില പരിപാടികളുണ്ടാവും. അതായത് ഇതുവരെ പുറത്തെടുക്കാത്ത പരിപാടികളൊക്കെ ഉണ്ടാകും. പക്ഷേ ഇന്ത്യ ഇവിടെ കാണിച്ചതെന്ന് വെച്ച് കഴിഞ്ഞാൽ, 15 കിലോമീറ്റർ ഇന്ത്യ ഇപ്പോൾ പറയുന്നുണ്ടെങ്കിലും അതിൻ്റെ അപ്പുറത്തായിരിക്കും കാര്യങ്ങൾ. നമ്മളിപ്പോൾ 15 പറയുന്നത് ചിലപ്പോൾ 45, 50, 100, 150, 200 കിലോമീറ്റർ അപ്പുറത്തുള്ള ഡ്രോണുകളെപ്പോലും അടിച്ചിടാൻ പറ്റുന്ന സംഭവം ഓൾറെഡി ഉണ്ടാവും ഇന്ത്യയുടെ കയ്യിൽ. അപ്പോൾ ഡിസ്പ്ലേക്ക് വെച്ചിരിക്കുന്നത് ജസ്റ്റ് 15 കിലോമീറ്റർ മാത്രമേ പറയുന്നുള്ളൂ. അറ്റ് പ്രസൻറ്റ് 15 കിലോമീറ്റർ അപ്പുറത്തുള്ള ഇത് ഈ ഇത്തരത്തിലുള്ള, അതായത് ഒരു ഹാൻഡി ഡിവൈസാണ്. ഈ ഡിവൈസിൻ്റെ പ്രത്യേകത എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇത് ശരിക്കും കയ്യിൽ വെച്ചിട്ട് നമ്മൾ റോക്കറ്റൊക്കെ ഇത് ചെയ്യില്ലേ, ചെറിയ ലോഞ്ചർ ഷോൾഡറിൽ വെച്ചിട്ട് ചെയ്യുന്നത്. അപ്പോൾ ഷോൾഡറിൽ വെച്ചിട്ട് ചെയ്യാം, കയ്യിൽ വെച്ചിട്ട് ചെയ്യാം. അങ്ങനെയുള്ള ഒരു പിസ്റ്റൾ ടൈപ്പ് സാധനമാണ് ഈ ഇന്ത്യ ഇൻട്രൊഡ്യൂസ് ചെയ്തിരിക്കുന്നത്. 15 കിലോമീറ്റർ റേഞ്ച് ഒന്ന് ആലോചിച്ച് നോക്കിയേ. അത് ഇന്ത്യ പറയുന്നത് ശരിക്കും 15 ആയിരിക്കില്ല, ചിലപ്പോൾ 1500 ആവാം, 1000 കിലോമീറ്റർ ആവാം. എത്രത്തോളം ഉണ്ടെന്ന് ദൈവത്തിന് മാത്രമേ പറയാൻ പറ്റൂ. അപ്പോൾ എന്ത് തന്നെയാലും പ്രതിരോധ രംഗത്ത് ഇന്ത്യ ഇപ്പോൾ കാണിച്ചുകൊണ്ടിരിക്കുന്ന വലിയ രീതിയിൽ മുന്നേറ്റം. പക്ഷേ ഇതിൻ്റെ ഇതിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത എന്ന് വെച്ചാൽ, ഇത് മെയ്ക്ക് ഇൻ ഇന്ത്യയിൽ ഉൽപ്പാദിപ്പിച്ചെടുത്തതാണ്. അതായത് ഗുരുത്വ സിസ്റ്റം എന്ന് പറയുന്ന ഒരു ഇന്ത്യൻ കമ്പനിയാണ് ഈ ഡ്രോൺ വികസിപ്പിച്ചെടുത്തത്. അതാണ് ഏറ്റവും ഏവരെയും അത്ഭുതപ്പെടുത്തിയത്. സാധാരണ ഇത്രയും ഹൈ പ്രൊഫൈലും ഒരു ആയുധങ്ങളൊക്കെ നമ്മൾ ഉണ്ടാക്കിയെടുക്കുമ്പോൾ ഒന്നിനും റഷ്യൻ അല്ലെങ്കിൽ ഇസ്രായേൽ എന്തെങ്കിലും ഒരു ടെക്നോളജി നമ്മൾ അവരുടെ നിന്ന് വാങ്ങും. പക്ഷേ ഇത് പൂർണ്ണമായിട്ടും ഇന്ത്യൻ ബ്രെയിനിൽ ഉൽപ്പാദിപ്പിച്ചെടുത്ത സാധനം തന്നെയാണ്. ആ ബ്രെയിനിൻ്റെ ഇൻവെസ്റ്റ്മെൻറ്റ് മാത്രമാണ് ഇവിടെ ഉള്ളത്. പുറത്തെ ഒരു ഇതിൻ്റെ കൊളാബറേഷനോ അങ്ങനെ ഒരു ഹെൽപ്പ് ഇല്ലാതെയാണ് ഇന്ത്യ ഇത് വികസിപ്പിച്ചെടുത്തത്. അത് തന്നെയാണ് ലോകരാജ്യങ്ങളെ ഞെട്ടിപ്പിച്ചത്. അതായത് ശരിക്കും ഒരു ഹാൻഡി ആയ ഒരു സാധനം വെച്ചിട്ട് 100,000 കിലോമീറ്റർ അപ്പുറത്തുള്ള സാധനങ്ങളൊക്കെ അടിച്ചിട്ടുണ്ടെങ്കിൽ എത്രത്തോളം ഉണ്ടോ അതിനൊക്കെ ഒന്ന് ആലോചിച്ചൊക്കെ. അപ്പോൾ യുദ്ധത്തിൻ്റെ ഡയമെൻഷൻ തന്നെ മാറാൻ പോവുകയാണ്. അപ്പോൾ ഇത് തന്നെയാണ് ഇതിൻ്റെ ഒരു ലൈറ്റർ വേർഷനാണ്
നമ്മൾ ഓപ്പറേഷൻ സിന്ദൂർ സമയത്ത് ഉപയോഗിച്ചത്. നമ്മൾ ഓപ്പറേഷൻ സിന്ദൂർ സമയത്ത് കണ്ടില്ലേ, അതായത് ചൈനയുടെയും തുർക്കിയുടെയും ഡ്രോണുകളാണ് പാകിസ്ഥാൻ ഉപയോഗിച്ച്, അമേരിക്കയുടെ ഡ്രോണുകളും ഉണ്ടായിരുന്നു. പക്ഷെ ഒറ്റ ഡ്രോൺ പോലും നമ്മുടെ ബോർഡറിലോ നമ്മുടെ അടുത്ത് ഏകദേശം ഒരു 5 കിലോമീറ്റർ ചുറ്റളവിൽ പോലും ആ സാധനം ഒന്നും വീണില്ല. ഒന്ന് ആലോചിക്കുക. അപ്പോൾ ആ സമയത്ത് പോലും ഇത് ഉപയോഗിച്ചിട്ടുണ്ടായിരുന്നു. അതായത് പറയുന്നത് ഓപ്പറേഷൻ സിന്ദൂറിന് ശേഷം നടന്ന ഒരു പരിപാടി ശരിക്കും ഓപ്പറേഷൻ സിന്ദൂർ ഉപയോഗിച്ച, അതായത് ഇന്ത്യ ഇതുവരെ ലോകത്തിന് കാണിച്ചു കൊടുക്കാത്ത പല 1-2 വെപ്പൺസിൽ ഒന്നാണ് ഈ ഡ്രോണം എന്ന് പറയുന്ന ഈ ആൻറ്റി ഡ്രോൺ സിസ്റ്റം. അപ്പോൾ ആ സമയത്ത് എന്താ പറയണ്ടത്, അത്രയും നമ്മൾ ഒറ്റ ഡ്രോൺ ഇന്ത്യയിൽ ടച്ച് ആയിരിക്കാൻ കാരണം ഈ ഒരു സാധനം തന്നെയാണ് എന്നാണ് ഇപ്പോൾ ദേശീയ മാധ്യമങ്ങൾക്ക് റിപ്പോർട്ട് ചെയ്യുന്നത്. അപ്പോൾ ഇതിന് വേണ്ടിയിട്ടുണ്ടല്ലോ, അപ്പോൾ ഇന്ത്യ ഇത്രത്തോളം ഈ ലെവലിൽ എത്തിയെന്ന് ശരിക്കും യൂറോപ്യൻ യൂണിയൻ പെട്ട രാജ്യങ്ങൾക്കൊക്കെ എല്ലാം മനസ്സിലായി. അപ്പോൾ ഓൾറെഡി നമ്മൾ അർമേനിയക്കും ഗ്രീസിനും അങ്ങനെയുള്ള രാജ്യങ്ങൾക്ക് വെപ്പൺസ് സപ്ലൈ ചെയ്യുന്നുണ്ട്. അപ്പോൾ ഇതുമായി ബന്ധപ്പെട്ട് ഇതിന് ശേഷമുണ്ടല്ലോ, ഇപ്പോൾ ഓൾറെഡി നമ്മൾ ട്രേഡ് ഡീൽ യൂറോപ്യൻ യൂണിയനായിട്ട് സൈൻ ചെയ്ത് കഴിഞ്ഞു. ഇനി വരാൻ സംഭവിക്കാൻ പോകുന്നത്, നമ്മുടെ മേക്ക് ഇൻ ഇന്ത്യയിൽ ഉൽപ്പാദിപ്പിച്ചെടുത്ത ആയുധങ്ങൾക്ക് വേണ്ടി യൂറോപ്യൻ യൂണിയൻ രാജ്യങ്ങളുടെ വലിയൊരു നീണ്ട നിര തന്നെ ഉണ്ടാകുന്നില്ല കാര്യം സംശയമില്ല. ഇപ്പോൾ ഓൾറെഡി പല രാജ്യങ്ങൾ, യൂറോപ്യൻ യൂണിയനിൽപ്പെട്ട രാജ്യങ്ങൾ മാത്രമല്ല, ആഫ്രിക്കയിലെ പല രാജ്യങ്ങളും, എന്തിനും ഇവിടെ മിഡിൽ ഈസ്റ്റിലെ രാജ്യങ്ങൾ പോലും നമ്മുടെ ബ്രഹ്മോസിനും ഇതിനൊക്കെ വേണ്ടിയിട്ട്, ബ്രഹ്മോസിൻ്റെ ഒരുപാട് ലൈറ്റർ വേർഷൻസിനൊക്കെ വേണ്ടിയിട്ട് ക്യൂ നിൽക്കുന്നവർ ഓൾറെഡി ഒരുപാട് ഓർഡർ കിട്ടിക്കഴിഞ്ഞു. നമുക്കിപ്പം ബ്രഹ്മോസിൻ്റെ കേസ് തന്നെ നമ്മൾ ഈ ഷോൾഡർ വെച്ച് ലോഞ്ച് ചെയ്യാൻ പറ്റുന്ന രീതിയിലുള്ള, അതായത് ഹാൻഡി ആയിട്ടുള്ള ചെറിയ ലൈറ്റ് വെയ്റ്റ് ബ്രഹ്മോസ് ഇന്ത്യ ഉൽപ്പാദിപ്പിക്കുന്നതിന് തിരക്കിലാണ് ഇപ്പോൾ. അപ്പോൾ ഓൾറെഡി ഒരുപാട് രാജ്യങ്ങളായിട്ട് കരാറായിട്ടുണ്ട്. ഇപ്പോൾ ആഫ്രിക്കൻ രാജ്യങ്ങളായും യൂറോപ്പിലെ പല രാജ്യങ്ങളായിട്ടും ഇന്ത്യ ഓൾറെഡി കരാർ ഏർപ്പെട്ടിരിക്കുകയാണ്. ഇപ്പോൾ മിഡിൽ ഈസ്റ്റിലെ രാജ്യങ്ങളൊക്കെ, പ്രത്യേകിച്ച് UAE അടക്കം ഇന്ത്യ ബ്രഹ്മോസ് പോലത്തെ സംഭവങ്ങളൊക്കെ കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഈ അടുത്ത കാലത്ത് UAE പ്രസിഡന്റ് അൽ നഹ്യാൻ ഇന്ത്യയിൽ വന്നില്ലേ, അപ്പോൾ ആ സമയത്തൊക്കെ ഒപ്പിട്ടലിൽ ഒരു കരാറിൽ എഴുതിയതായിരുന്നു ലൈറ്റ് വെയ്റ്റ് ബ്രഹ്മോസ് ഇന്ത്യ ഇനി UAEക്ക് നിർമ്മിച്ചു കൊടുക്കും. അപ്പോൾ ഇത്തരം കാര്യങ്ങളൊക്കെ ഇന്ത്യയിൽ മേക്ക് ഇൻ ഇന്ത്യയിൽ ഉൽപ്പാദിപ്പിച്ചിരിക്കുന്ന ഇതിൻ്റെ ക്രെഡിബിലിറ്റി എന്താണെന്ന് നമ്മൾ ലോകത്തിന് കാണിച്ചു കൊടുത്താണ് ഓപ്പറേഷൻ സിന്ദൂര സമയത്ത്. അത് അമേരിക്കയും ചൈനയും പോലത്തെ ഹൈലി അഡ്വാൻസ്ഡ് ആയിട്ട് വെപ്പൺസാണ് പാകിസ്ഥാൻ ഉപയോഗിച്ചത്. പക്ഷേ നമ്മളിവിടെ ഈ മേക്ക് ഇൻ ഇന്ത്യയിൽ ഉൽപ്പാദിപ്പിച്ചെടുത്ത ആയുധങ്ങൾ എടുത്തിട്ട് ലോ കോസ്റ്റിൽ, അതായത് ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആയിട്ട് നിർമ്മിച്ചെടുത്ത ആയുധങ്ങൾ വെച്ചിട്ടാണ് അതിനൊക്കെ നേരിട്ടത്. അവരുടെ F-16 അമേരിക്കയുടെ F-16 ചൈനയുടെ JF-17 നമ്മൾ അടിച്ചിട്ട് വാർത്ത ഒരുപാട് തവണ പല ആൾക്കാരും ഇന്ത്യൻ പ്രതിരോധ മേഖല ആൾക്കാർ തന്നെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഏകദേശം നമ്മൾ 30 മിനിറ്റ് കൊണ്ട് 6 ഫൈറ്റർ ജെറ്റുകളൊക്കെ അടിച്ചിട്ടുണ്ട്. അതൊക്കെ ശരിക്കും മേക്ക് ഇൻ ഇന്ത്യയിൽ ഉൽപ്പാദിപ്പിച്ചെടുത്ത ആയുധങ്ങൾ കൊണ്ടാണ് നമ്മൾ നേരിട്ട്. അപ്പോൾ അതിനുശേഷം ഓപ്പറേഷൻ സിന്ദൂർ ഈ അന്താരാഷ്ട്ര ആയുധ മാർക്കറ്റിൽ ഇന്ത്യ വലിയ രീതിയിലുള്ള ഒരു ബൂസ്റ്റ്, എന്താ പറയേണ്ടത്, ഒരു മൈലേജ് ലഭിച്ചിരിക്കുകയാണ്. അപ്പോൾ അതുമായി ബന്ധപ്പെട്ടാണ് യൂറോപ്യൻ യൂണിയൻ്റെ ഉന്നത നേതാക്കൾ ഇന്ത്യയിൽ വരുന്നതും യൂറോപ്യൻ യൂണിയൻ ഇന്ത്യയായിട്ട് കരാർ സൈൻ ചെയ്തതിന് ശേഷം യൂറോപ്യൻ യൂണിയനിലെ രാജ്യങ്ങളൊക്കെ ഇന്ത്യ വലിയ രീതിയിൽ വിശ്വാസത്തിലെടുക്കുന്നു. ഇന്ത്യ മേക്ക് ഇന്ത്യയിൽ ഉൽപ്പാദിപ്പിച്ചെടുത്ത ആയുധങ്ങൾക്ക് അവർ വലിയ രീതിയിൽ വിശ്വാസ്യത കൽപ്പിക്കുന്നു. അപ്പോൾ അതിൻ്റെ ഭാഗമായിട്ടാണ് എന്താ പറയുക, ഒരുപാട് രാജ്യങ്ങൾ ഇപ്പോൾ ഇത് വാങ്ങാൻ വേണ്ടിയിട്ടും ഒരു വലിയ നീണ്ട ഒരു ക്യൂ വരാനുള്ള സാധ്യതയാണ് തെളിഞ്ഞു വന്നിരിക്കുന്നത്, പ്രത്യേകിച്ച് യൂറോപ്യൻ രാജ്യങ്ങൾ. അപ്പോൾ അതിൽ ലോകം നേരെ ഞെട്ടിപ്പോയ സാധനമാണ് ഈ ഡ്രോണം എന്ന് പറയുന്ന ഈ ആൻറ്റി ഡ്രോൺ സിസ്റ്റം. പ്യൂർലി ഇന്ത്യയുടെ സ്വന്തം ടെക്നോളജി ഉപയോഗിച്ച് ഇന്ത്യയിൽ ഉൽപ്പാദിപ്പിച്ചെടുത്താണ് മേക്ക് ഇൻ ഇന്ത്യയുടെ ഭാഗമായിട്ട് ഗുരുത്വ സിസ്റ്റം എന്ന് പറയുന്ന കമ്പനിയാണ് ഇത് വികസിപ്പിച്ചെടുത്തത്. ഈ ഒരു ഇതാണ് ഈ 77ാമത് റിപ്പബ്ലിക് ദിന പരേഡിൽ ശരിക്കും സ്റ്റാർ ആയത്. ലോകം ശരിക്കും ചർച്ച ചെയ്ത്, അതായത് ഈ ഒരു ഡ്രോണം എന്ന് പറയുന്ന ആ ഒരു ആൻറ്റി ഡ്രോൺ സിസ്റ്റത്തിനെ കുറിച്ചാണ് കഴിഞ്ഞ ദിവസം ലോകരാജ്യങ്ങൾ മൊത്തം ചർച്ച ചെയ്തത്.